നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതമില്ല. മയാമി തീർന്നു, ഇനിയൊരു തിരിച്ചു വരവില്ല. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമിയിലേക്ക് അവരെത്തില്ല. എന്തൊക്കെ വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും ഒക്കെയാണ്. പക്ഷെ അവിടെ ലിയോ മെസ്സി എന്നൊരു താരമുണ്ട് എന്നത് പലരും മറന്നു. മെസ്സിയുടെ പ്യുവർ മാജിക്, സ്റ്റെല്ലാർ പെർഫോമൻസ്, അതിൻ്റെ റിസൾട്ടാണ് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് ഇന്റർ മയാമി കടന്നു പോയിരിക്കുന്നത്. ആദ്യപാദം ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റതാണ്. അന്നുണ്ടായ സംഭവവികാസങ്ങൾ അറിയാമല്ലോ. എതിർ താരത്തിന് കൊടുക്കേണ്ട റെഡ് കാർഡ് റഫറി കൊടുക്കാതിരുന്നത്. ആ താരമാണ് അന്ന് മയാമിക്കെതിരെ ഗോൾ അടിച്ചത്. ഒർഡാസിൻ്റെ ആ ഗോളിലാണ് ഇന്റർ മയാമി തോറ്റത്. വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന്. മഷ്റാനോ പറഞ്ഞത് ഓർമ്മയില്ലേ? അത് എവിടെയും റെഡാണ്, ഇവിടെയും റെഡാണ്, ചൈനയിലും റെഡാണ്, അങ്ങ് മൂണിലും അത് ചന്ദ്രനിലും റെഡാണ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ റഫറിക്ക് മാത്രം അത് റെഡല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കളിയിലും അനവധി റഫറിയുടെ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ ഡിസലവ് ചെയ്തത്, സുവാരസിൻ്റെ ഗോള് ഓഫ് സൈഡ് വിളിച്ചത്, അങ്ങനെ പല ഘട്ടങ്ങളിൽ ഇന്റർ മയാമിയെ റോബ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ സാക്ഷാൽ ലിയോ മെസ്സി അവിടെ ഉണ്ടായിരുന്നു. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ ഗോള് ഒന്നുകൂടെ വാങ്ങി 2-0 പുറകിൽ നിന്നപ്പോഴും മയാമിക്ക് അപ്പം വിജയിച്ച് കയറാൻ വേണ്ടത് 3 ഗോളുകളായിരുന്നു. പലരും പോസ്റ്റ് ഇട്ടു, മയാമി നീഡ്സ് 3 unanswered goals now to advance. They are certainly not playing like a team that's gonna do that. If Miami crashes out of CONCACAF Champions Cup again, is it safe to say ownership has failed with the Messi saga? അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പോസ്റ്റ് അടിച്ചു വിട്ടത്. പക്ഷേ അവിടെ മെസ്സി ഉണ്ട്. 3 ഗോൾ അടിക്കാൻ പാകത്തിലുള്ള താരമാണ് അദ്ദേഹം എന്ന് മറന്നു. ഒരു പക്ഷേ മയാമിയുടെ ടീം അങ്ങനെയുള്ളതല്ല എന്നൊക്കെ വാദിക്കാം. പക്ഷെ മെസ്സി 3 അല്ല 5 ഗോൾ അടിക്കണോ 6 ഗോൾ അടിക്കണോ അതെല്ലാം ചെയ്യാൻ കെൽപ്പുള്ള താരമാണ് എന്നുള്ളത് ഇവരൊക്കെ മറന്നുപോയി. ലിയോ മെസ്സി പിന്നാലെ 3 ഗോളിനും വഴിവെച്ചത് മെസ്സിയാണ്. വല്ലാത്തൊരു തിരിച്ചുവരവായിരുന്നു അത്. 35ാമത്തെ മിനിറ്റിൽ കിടിലൻ ഗോൾ, പിന്നാലെ 61ാമത്തെ മിനിറ്റിൽ നോഹലന്റെ ഗോളിന്റെ അസിസ്റ്റ്, ഒടുവിൽ അദ്ദേഹത്തിന്റെ പെനാൽറ്റി ഗോൾ. സോ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ടുള്ളൊരു പ്രകടനമാണ്, ഒരു തിരിച്ചുവരവാണ് ലിയോ മെസ്സി അവിടെ നടത്തിയത്. അതിൽ ഇന്റർ മയാമി കുതിച്ചു പാഞ്ഞു. 9.7 അദ്ദേഹത്തിന്റെ ഇന്നത്തെ റേറ്റിംഗ്. നോക്കുക, ഇതാണ് പറഞ്ഞത് പ്യുവർ മാജിക്, സ്റ്റെല്ലാർ ഡിസ്പ്ലേ ഫ്രം ലിയോ മെസ്സി. 84 ടച്ചുകൾ, 2 ഗോളുകൾ, 6 ഷോട്ടുകൾ തീർത്തു, 4 ഓൺ ടാർഗറ്റിലേക്ക്, 1 അസിസ്റ്റ്, 8 കീ പാസുകൾ. 18 ഡ്യുവൽസിൽ 10 വിജയിക്കുന്നു. 5 തവണ അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തി. എന്നിട്ടുണ്ടോ അദ്ദേഹത്തെ തടയാൻ പറ്റുന്നു. 3 ഗോളിനും പുറകിൽ മെസ്സി. 9.7 റേറ്റിംഗ് ആണ് sofascore.com കൊടുത്തത്. പൊളിച്ചടുക്കി ലിയോ മെസ്സി. ദിസ് ഈസ് പ്യുവർ മാജിക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.